ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. വീഡിയോ ഓർഗനൈസ് ചെയ്യുന്ന ചാലഞ്ചിൻ്റെ 13ാമത്തെ ദിവസത്തെ ടാസ്ക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ടാസ്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡേ 13 കംപ്ലീറ്റഡ് എന്ന് എഴുതാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ടൂൾസാണ് നമ്മൾ ഒതുക്കി വെക്കുന്നത്. അപ്പോൾ ഇവിടെ ടൂൾസും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിൻ്റെ റീസൺ ഇവിടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ റിപ്പയർ പണികളൊക്കെ വരുമ്പോൾ ചേട്ടൻ തന്നെയാണ് അത് ചെയ്യാറ്. ഇനി ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരികയാണെങ്കിലും അത് ഒതുക്കി വെക്കുകയാണെങ്കിലാണ് നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ ഈസി. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിരുന്ന രീതി ഇങ്ങനത്തെ ബാസ്ക്കറ്റുകളിലാക്കിയിട്ടാണ് ടൂൾസൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. വലിയ ടൂൾസൊക്കെ ഇങ്ങനത്തെ വലിയ ബാസ്ക്കറ്റിലും ചെറുതൊക്കെ ചെറിയ ബാസ്ക്കറ്റിലും ഒക്കെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ഇങ്ങനത്തെ കുട്ടകളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നതാണ്. മക്കളൊക്കെ ചെറുതായിരുന്ന സമയത്ത് അവർ ഉടുപ്പുകളൊക്കെ വെക്കാൻ ഇങ്ങനത്തെ ബാസ്ക്കറ്റ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അവർ വലുതായ പലമാരകളിലൊക്കെ വെക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇതിലൊന്നും വെക്കാതായി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ബാസ്ക്കറ്റുകളൊക്കെ നമുക്കിങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഓർഗനൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓരോ ഐറ്റംസും തരം തിരിച്ച് അതിൻ്റേതായ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാവും നല്ലത്. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ബോക്സുകൾ വെക്കുമ്പോൾ ഒരു കുഴപ്പം, വെയിറ്റ് കൂടിയ ടൂൾസൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നമുക്ക് പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അത് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾ ബോക്സുകൾ വരുന്നുണ്ട്. നമുക്ക് അതിലും ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ടൂൾ ബോക്സ് കൂടി കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് അങ്ങനത്തെ വാങ്ങി വെക്കണമെന്ന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ പല ഐറ്റംസും കാറ്റഗറി തിരിച്ച് നമുക്ക് ഇങ്ങനത്തെ ട്രേകളിലാക്കിയിട്ടും വെക്കാവുന്നതാണ്. ഐറ്റംസ് അനുസരിച്ച് വേണം നമ്മൾ ഒതുക്കാൻ, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള പോലെയാണ് നമ്മൾ ഒതുക്കേണ്ടത് കേട്ടോ. ഇനി ഞാൻ ചെറിയ ചെറിയ സ്ക്രൂ അതുപോലെ ചെറിയ ചെറിയ പാർട്സൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ ഇതുപോലെയുള്ള വലിയ ബോക്സുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പാർട്ടീഷൻ ഉണ്ട്, ഡിവൈഡർ ബോക്സുകളാണ്. അപ്പോൾ ഇതിൽ ഓരോരുത്തരും നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ചെറിയ ഐറ്റംസൊക്കെ ഇങ്ങനെ വെക്കുന്നതാവും നല്ലത്. അത് എടുത്ത് വെക്കാനും ഒക്കെ നമുക്ക് ഈസിയാണ്. മാത്രമല്ല അത് മറഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും പ്രശ്നമില്ല. കാരണം അതിൽ ലിഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സേഫായിട്ട് അത് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വല്ലപ്പോഴും മാത്രമേ നിങ്ങൾ ടൂൾസൊക്കെ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ഷെൽഫിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നതാവും നല്ലത്. ഇല്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വർക്കുകൾ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ അതിൻ്റെ അടുത്ത് വെക്കുന്നതാവും നല്ലത്. കാരണം അത് കുറച്ചും കൂടി എടുക്കാനും വെക്കാനൊക്കെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഷെൽഫിൻ്റെ ഉള്ളിൽ വന്ന് ഓരോന്നും ആവശ്യമുള്ള എടുക്കാമെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. ഇനി നമ്മളിപ്പോൾ ഒരു വർക്കിംഗ് ടേബിളൊക്കെ ഉണ്ട്, അവിടെ കുറച്ച് ടൂൾസൊക്കെ അറേഞ്ച് ചെയ്ത് ഒതുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നല്ല ടൂൾ ബോക്സ് വാങ്ങി വെക്കുന്നതും നല്ലതാണ്. അത് അത്രയും ടൂൾസൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ സേഫായിട്ട് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങാം. അപ്പോൾ ഇത് മെറ്റലിൻ്റെ ബോക്സാണ് വരണേ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതിൽ ഐറ്റംസ് വെക്കുമ്പോഴും കുറച്ചും കൂടി വെയിറ്റ് ഉണ്ടാവും അതെടുത്ത് പൊക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഇത്രയും വെയിറ്റുള്ള ഒരു ബോക്സിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഹെവിയുള്ള ടൂൾസൊക്കെ നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൽ 5 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും തരംതിരിച്ച് ഭംഗിയായിട്ട് വെക്കാം. പിന്നെ ഓരോ ഐറ്റംസിൻ്റെയും നീളവും അതിനൊക്കെ അനുസരിച്ച് തന്നെയാണ് ആ ബോക്സുകളൊക്കെ. ഏറ്റവും വലിയ ഇതുപോലത്തെ സ്ക്രൂ ഡ്രൈവറും അങ്ങനത്തെ ഒക്കെ നമുക്കിതിൽ എളുപ്പത്തിൽ വെക്കാൻ പറ്റും. അതിന് അളവിനാണ് ആ ബോക്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബോക്സ് ക്ലോസ് ചെയ്ത് നമുക്ക് ലോക്ക് ഇട്ടിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അത് ആ ബോക്സ് നമുക്ക് സേഫായിട്ട് വെക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി നമ്മളിതിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള സ്പേസിലാണ് വലിയ ടൂൾസും അങ്ങനത്തെയൊക്കെ നമുക്ക് വെക്കാം. പിന്നെ ചെറിയ ചെറിയ സ്ക്രൂവും അതൊക്കെ നമുക്ക് ചെറിയ ഡബ്ബകളിലാക്കിയിട്ട് നമുക്ക് പേരുകൾ എഴുതി എന്താണ് അതിലുള്ളതെന്ന് എഴുതി ലേബൽ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ പണികളൊക്കെ വരുന്ന സമയത്ത് വേറെ ആരോടെങ്കിലും പറഞ്ഞാലും പെട്ടെന്ന് എടുത്തിട്ട് വരാനായിട്ട് ലേബലിങ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇതെല്ലാം കൂടി ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒറ്റ ഇതിന് നമുക്ക് ഇതെല്ലാം എടുക്കാനായിട്ടും കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡേ 13 കംപ്ലീറ്റഡ് എന്ന് എഴുതാൻ മറക്കരുത്. അതിനുശേഷം ടാസ്ക് നിങ്ങൾ ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.